കോൾപ്ലേ ഇവിടെ സിംഗപ്പൂരിൽ ഷൂട്ട് ചെയ്ത മാൻ ഇൻ ദ മൂൺ ആൽബം അതിലെ ഫസ്റ്റ് മലയാളി ഫേസും കൂടിയാണ്. ഞാൻ പോലും അറിയാതെ കോൾപ്ലേ പറ്റിയ ഒരു മലയാളിയാണ്. ഫേമസ് ആണ്. അപ്പോൾ ഇറങ്ങിയ സമയത്ത് ഒരാളിങ്ങനെ വന്ന് ഷേക്ക് ഹാൻഡ് വന്നിട്ട് ഹേയ് വെൽക്കം ഓൺ ബോർഡ് എന്ന് പറയുന്നത്. ഞാൻ പറയും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് കയറി 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും നല്ല പരിചയമുള്ളൊരു മുഖവും നല്ല പരിചയമുള്ള ശബ്ദം എന്ന് പറഞ്ഞിട്ട് ചുമ്മാതെ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ക്രിസ് മാർട്ടിന് കൈ തന്നിട്ട് ഓക്കെ ബൈ പറഞ്ഞ് പോയ ആദ്യത്തെ വ്യക്തി. എനിക്ക് തോന്നുന്നു കുറേ മലയാളീസ് ഉണ്ടായിരുന്നു അന്ന് ഇത് പരിപാടി കാണാൻ വേണ്ടി. അതിനകത്ത് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ളത് വിനീത് ശ്രീനിവാസനെ കണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇത് വിനീതല്ലേ പെട്ടെന്ന് പോയി സംസാരിച്ചു. അപ്പോഴാണ് അറിയുന്നത് അവരുടെ ഒരു ടീം തന്നെ ആക്ച്വലി വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന സീൻ, ആ ഷർട്ട് എൻ്റെ സ്വന്തം ഷർട്ട് തന്നെയാണ്. എൻ്റെ ഷർട്ട് ഇട്ട് ഞാൻ കോൾപ്ലേ വീഡിയോയിൽ വന്നു, അതൊരു സിഗ്നിഫിക്കൻറ്റ് സീനിൽ വന്നു. ആ ഷർട്ട് ബിക്കംസ് മൈ സൊവനിയർ നൗ, കോൾപ്ലേ സൊവനിയർ. ആ കൂടെ അഭിനയിച്ച പെൺകുട്ടി വാസ് ലൈക്ക് സൂപ്പർ കൂൾ. ശരിക്കും വെള്ളം ഒഴിച്ചോ? വെള്ളം ഒഴിച്ചു. ഒരു രസം ഞാൻ അവളോട് പറഞ്ഞു ഇനി ഒരു പ്രാവശ്യം എറിഞ്ഞ് ഞാൻ തിരിച്ചു. അപ്പോൾ ഒരു 1 fine day ഒരു കാസ്റ്റിംഗ് ഏജൻസി എന്ന ഒരാളെന്നെ വിളിക്കുന്നു, പറയുന്നു ഒരു യൂറോപ്യൻ മ്യൂസിക് ബാൻഡിന് വേണ്ടി കുറെ കാസ്റ്റിംഗ് നടത്തുന്നുണ്ട്, ഞാൻ അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ല ഞാൻ കോൾപ്ലേക്ക് ആണെന്നോ പറയുന്നുള്ള കാര്യം, അത് വേറെ കാര്യം. കോൾപ്ലേ വീണ്ടും എന്നെ തേടിയെത്തി. ആ NDA ഫോം ഇങ്ങനെ വായിച്ചു നോക്കി നമ്മൾ സൈൻ ചെയ്യാൻ പോകുമ്പോൾ താഴെ ദ കോൺട്രാക്ട് ബിറ്റ്വീൻ XYZ കാസ്റ്റിംഗ് ഏജൻസി കമ്പനി ആൻഡ് ദ കോൾപ്ലേ. അപ്പോഴിങ്ങനെ നോക്കിട്ട് ക്രിസ് മാർട്ടിൻ ജാടയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത്രയും ഹമ്പിളായിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാണ് പറയുന്നത്. ഷൂട്ടിന്റെ ഇടയ്ക്കുള്ള ബ്രേക്കിന്റെ സമയത്ത് ഫ്ലോറിൽ ഇരുന്നിട്ട് നമ്മളോട് ഇന്ററാക്ട് ചെയ്യണം. ടോട്ടൽ 4 to 5 hours നമ്മളോട് തന്നെ. ആ പുള്ളി പോലും ഒരു ബ്രേക്ക് എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ കോൾപ്ലേയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് വരെ ക്രിസ് മാർട്ടിന്റെ ഒരു ഡൈ ഹാർട്ട് ഫാൻ അല്ലായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഏറ്റവും വലിയ ടേക്ക് അവേ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ദേ മേഡ് മീ ഡൈ ഹാർട്ട് ഫാൻ. നാട്ടിലെ സിനിമ ലൊക്കേഷനേക്കാളും ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ വിചാരിക്കുന്നതാണ് ഇവരൊക്കെ ഭയങ്കര സൂപ്പർ സ്റ്റാർസ്, ഇവരൊക്കെ ഭയങ്കര ഇന്റർനാഷണൽ ലെവലുള്ള ആൾക്കാർ. ഇത് നേരെ തിരിച്ച്. ആ ഒരു 4-5 മണിക്കൂറത്തെ ഷൂട്ടിന് ശേഷം ക്രിസ് മാർട്ടിൻ അനൗൺസ് ചെയ്യുന്നു വി ലൈക്ക് യുവർ എനർജി, ഇന്നത്തെ ഷൂട്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോയതുകൊണ്ട് ആസ് എ കോംപ്ലിമെന്ററി വി ആർ ഗിവിംഗ് യു എ VIP ഫ്രീ ടിക്കറ്റ് ഫോർ അവർ അപ്കമിങ് കോൺസേർട്ട്. അങ്ങനെ കോൾപ്ലേയിൽ മൊത്തത്തിൽ സർപ്രൈസ് കിട്ടിയ ഒരു ദിവസമായിരുന്നു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. വെൽക്കം ടു ലൈഫ് നെറ്റ് TV. ദിസ് ഇസ് ഗിരിജീഷ. ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് സ്പെഷ്യലാണ്. നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഈ എപ്പിസോഡ് സിംഗപ്പൂരിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല. ഞാൻ ഇന്നത്തെ ഗസ്റ്റ് ആരാന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇന്നത്തെ ഗസ്റ്റ് ഇവിടെ സിംഗപ്പൂരിൽ ഒരുപാട് ഷോർട്ട് ഫിലിംസിലും സ്റ്റേജ് ഡ്രാമാസിലും സ്റ്റേജ് ഷോസിലും ഇപ്പോൾ മലയാളം ഫിലിംസിലും കൂടി ആക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. പക്ഷേ ഇന്നത്തെ ഹൈലൈറ്റ് ഇത് മാത്രമല്ല. കോൾപ്ലേ ഇവിടെ സിംഗപ്പൂരിൽ ഷൂട്ട് ചെയ്ത മാൻ ഇൻ ദ മൂൺ ആൽബം അതിലെ ഫസ്റ്റ് മലയാളി ഫേസും കൂടിയാണ്. ആരാന്നറിയണ്ടേ? സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ സ്വന്തം ജിബു ജോർജ്. ഹലോ ഗിരിജീഷ. ഹലോ. താങ്ക്സ് ഫോർ ദി ഇൻട്രോ. അപ്പൊ ചേട്ടാ, എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ചേട്ടനോട് ചോദിക്കാനായിട്ട്. പക്ഷെ ഇന്നത്തെ ഹൈലൈറ്റ് കോൾപ്ലേ ആണല്ലോ, ആദ്യം നിങ്ങൾ തുടങ്ങാം. ഓക്കെ ഓക്കെ. കോൾപ്ലേയുടെ ഫസ്റ്റ് ഇത് ചേട്ടൻ എങ്ങനെ, ഹൗ, ഇതിലെങ്ങനെ എത്തിപ്പെട്ടു? അയ്യോ, അത് ഭയങ്കര രസകരമായ സാധനമാണ്. ഇത് ഞാൻ പോലും അറിയാതെ കോൾപ്ലേ എത്തപ്പെടുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇതെങ്ങനെയാണ്? ഇപ്പം ഞാൻ മുമ്പ് ഗിരീഷ് പറഞ്ഞ പോലെ തന്നെ കുറേ സിംഗപ്പൂരിൽ റിലേറ്റഡ് ആയിട്ട് കുറേ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, കുറേ സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട്, കുറേ ഇവിടുത്തെ ലോക്കൽ പ്രൊഡക്ഷൻസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡേറ്റാ ബേസ് പ്രോബ്ലി ഇവിടുത്തെ കുറേ കാസ്റ്റിംഗ് ഏജൻസീസിലുണ്ട്. അപ്പോൾ ഒരു 1 fine day ഒരു കാസ്റ്റിംഗ് ഏജൻസി എന്ന ഒരാളെന്നെ വിളിക്കുന്നു, പറയുന്നു ഒരു യൂറോപ്യൻ മ്യൂസിക് ബാൻഡിന് വേണ്ടി കുറേ കാസ്റ്റിംഗ് നടത്തുന്നുണ്ട്, അവർക്ക് മൾട്ടി റേഷ്യൽസ് ആയിട്ടുള്ള കുറേ ആൾക്കാരാണ് വേണ്ടിയത്, ഞാൻ അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ഏത് ബാൻഡാണ്, എന്താണ് സീന്, ആരൊക്കെയാണ് ആർട്ടിസ്റ്റുകളൊക്കെ ചോദിച്ചപ്പം അവർ പറഞ്ഞു NDA ഉണ്ട്, നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റില്ല, ഇത്ര മാത്രമേ ഉള്ളൂ, വൺ ഓഫ് ദ ലീഡിംഗ് ബാൻഡാണ്. ആൻഡ് ദെൻ ദിസ് ഇസ് ഗോയിങ് ടു ബി ലൈക്ക് അവരുടെ ഒരു ഗ്രൂവിങ് സെഷനുണ്ട്, ഒരു പാർട്ടി സീനുണ്ട്. അതിൻ്റെ അകത്ത് ഇതിലെ ലീഡ് ആക്ടേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും അവരുടെ പാർട്ട്നേഴ്സ് ലിറിക്സ് ആയിട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ട് ആണ് വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഞാനിവിടെ അത്യാവശ്യം വൃത്തിയുള്ള കുറേ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾസ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ്ട്രാസ് ആണല്ലോ ടെക്നിക്കലി നമ്മൾ പറയുമ്പോൾ എക്സ്ട്രാസ്, ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് ആണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ആയിട്ട് പോകേണ്ട കാര്യമില്ല, കാരണം നമ്മളെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സീൻ ഇല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു ടേക്ക് അവേ, ഒരു വാല്യൂ ആഡഡ് അല്ലായിരിക്കും എൻ്റെ പോർട്ട്ഫോളിയോ വിചാരിച്ചു, വേസ്റ്റ് ആയി പോകുന്ന ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ അത്ര കീനല്ല, ബിക്കോസ് എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ വരുവാണെങ്കിൽ എന്നെ അപ്രോച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാനത് നോ പറഞ്ഞു. എനിക്കറിയത്തില്ല ഞാൻ കോൾപ്ലേക്കാണ് നോ പറയുന്നുള്ള കാര്യം, അത് വേറെ കാര്യം. ആൻഡ് ദെൻ എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് നമുക്കൊരു സാധനം ഉണ്ടല്ലോ, നമ്മൾ നോ പറഞ്ഞാലും ചില കാര്യങ്ങൾ നമുക്ക് എഴുതപ്പെട്ടതാണെങ്കിൽ നമ്മളിലേക്ക് തിരിച്ചെത്തപ്പെടും. അതുപോലെ കോൾപ്ലേ വീണ്ടും എന്നെ തേടിയെത്തി. 2 ദിവസം കഴിഞ്ഞ് ഈ കാസ്റ്റിംഗ് ഏജൻസി വീണ്ടും വിളിച്ചിട്ട് അവർ പറയുന്നു ഇതിനകത്തൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരു സീനുണ്ട്, ഒരു കോഫി ഷോപ്പിലെ സീനാണ്, അത് ഇതിൻ്റെ ഓവറോൾ സ്റ്റോറി ലൈനിൽ ഭയങ്കര രസകരമായിട്ട് പ്ലേസ് ചെയ്യുന്നതാണ്. എന്താ ലുക്കിംഗ് ഫോർ എ ഇന്ത്യൻ ഫേസ്, ഇപ്പം നിങ്ങൾ അതിൽ കാസ്റ്റിങ്ങിൽ ഓക്കെ ആണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അത് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി, കാരണം നമ്മളൊരു ഇന്റർനാഷണൽ ബാൻഡിലാണ് വരുന്നത്, ഫേസ് കാണുന്നുണ്ട്.
ആൻഡ് ദെൻ അത്യാവശ്യം പെയ്ഡ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടട്ടെ. അപ്പോഴും ഞാൻ കോൾപ്ലേ ആണെന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, കുഴപ്പമില്ല കാസ്റ്റിംഗ്. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പ്രത്യേകം പർട്ടിക്കുലർ സീൻ ആയതുകൊണ്ട് യു ഹാവ് ടു ഡു ദ ഓഡിഷൻ. നോർമലി വിളിക്കുന്നതല്ല, ഓഡിഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓഡിഷൻ വിളിച്ചപ്പം ഒരു 100 ആൾക്കാർ പ്ലസ് 100+ ആൾക്കാർ ഉണ്ടായിരുന്നു അവരുടെ സ്റ്റുഡിയോയിൽ. 100 ഇന്ത്യൻസ് മിക്സ് ആയിരുന്നു. അത് ആക്ച്വലി കുറേ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്ട് നമ്പർ. പക്ഷേ കുറേ 100+ ആൾക്കാരുണ്ടായിരുന്നു, കാരണം നമ്പേഴ്സ് നമുക്കറിയാമല്ലോ. പക്ഷേ എല്ലാം മിക്സ്ഡ് റേഷ്യൽസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് നിന്നാണ് അപ്പം ബെൻമൂർ, ഇതിൻ്റെ ഡയറക്ടർ ബെൻമൂർ ആണുള്ളത്. ബെൻമൂറിന് എനിക്ക് ഫേസ് അറിയാൻ മേലാത്തതുകൊണ്ട് ലൈക്ക് ഹി വാസ് ലൈക്ക് വെരി കൂൾ. അപ്പോൾ ബെൻമൂർ ആണെന്ന് പറയുന്നു, ലൈക്ക് ഞാൻ അത്ര രജിസ്റ്റർ ആയില്ല. അപ്പോഴും എൻ്റെ മനസ്സിലേ വിചാരിക്കുന്നില്ല കോൾപ്ലേക്ക് വേണ്ടിയാണ് ഈ സാധനം എടുക്കുന്നതെന്നുള്ളത്. ഓഡിഷൻ കഴിയുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഇത്രയും ആൾക്കാരുള്ളതല്ല, നമ്മൾ എന്തുകൊണ്ട് സെലക്ട് ചെയ്യണം. നമ്മൾ ചില്ലായിട്ട് തിരിച്ച് വീട്ടിൽ പോയി അത് അങ്ങനെ തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ അവരെന്നോട് ചോദിച്ചു എന്തെങ്കിലും പെർട്ടിക്കുലർ കോസ്റ്റ്യൂം ഉണ്ടോ, ലൈക്ക് ഇതിനകത്ത് വെയർ ചെയ്യാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണ്, ഇത്രയും വലിയ യൂറോപ്യൻ ബാൻഡ് ആണെന്നുള്ള എന്തുകൊണ്ട് എന്നോട് കോസ്റ്റ്യൂം ചോദിക്കണം, കാരണം അവർ കോസ്റ്റ്യൂം പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇത് ചുമ്മാ തന്നെ ആക്കാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ കൂളായിട്ട് ചില്ലായിട്ട് ഓഡിഷൻ കൊടുത്ത് തിരിച്ചു പോയി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഒരു വീണ്ടും വിളിച്ച് പറയുന്നു ഇതുപോലെ ബെൻമൂറിൻ്റെ ഡയറക്ടർ നിങ്ങൾ ഇഷ്ടപ്പെട്ടു, വി ആർ ഫിക്സിങ് ഫോർ യു ദാറ്റ് സീൻ ദാറ്റ് റോൾ എന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ഒന്നും ആയില്ല, കാരണം കോൾപ്ലേ എന്ന് അറിയുന്നില്ലല്ലോ. നോർമൽ ഒരു ഓഡിഷൻ പോലെ നോർമൽ ഒരു വളരെ കൂളായിട്ട്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഇന്ന ദിവസം ഫ്രീ ആയിരിക്കണം, 2 ദിവസമാണ് ഷൂട്ട്, ഒരു ദിവസം ഡാൻസിങ് സീനുണ്ട്, മറ്റേ സാധനം ഇതാണെന്ന് പറയുന്നു. നമ്മൾ വളരെ കൂളായിട്ട് പോകുന്നു. ഡാൻസിങ് സീനിൻ്റെ ദിവസം നമ്മൾ ഇവിടെ സിംഗപ്പൂർ റിവറിലാണ് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞാൽ അവിടെയാണ് റിപ്പോർട്ടിംഗ്. സിംഗപ്പൂർ റിവറിൻ്റെ സൈഡിൽ വന്നിട്ട് നമ്മുടെ ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. മീറ്റിംഗ് പോയിന്റ് വന്നതിന് ശേഷം നമുക്കൊരു ബ്രീഫിംഗ് തന്നു, എന്തൊക്കെയാണ് ഡൂസ് ആൻഡ് ഡോൺസ്. ക്യാമറ എടുക്കാൻ പാടില്ല, ഫോൺ അവിടെ ലോക്കറിൽ വെച്ചിട്ട് പോകാൻ പാടുള്ളൂ. പിന്നെ കുറച്ച് പാട്ടിൻ്റെ ലിറിക്സ് പറഞ്ഞു തന്നു നമുക്കത് പഠിക്കാൻ വേണ്ടി, ബിക്കോസ് നമ്മൾ ആ ടീമിൻ്റെ കൂടെ ഗ്രൂവ് ചെയ്യണം, അപ്പം നമ്മൾ ലിപ് മൂവ്മെൻറ്റ് ചെയ്യണം. അപ്പം അതിന് പറഞ്ഞു തന്നു. അതിന് ശേഷമാണ് അവർ നമുക്കൊരു ഫോം തരുന്നത്, NDA ഫോം, ആക്ടേഴ്സ് ഒരു NDA ഫോം ഉണ്ട്. ആ NDA ഫോം ഇങ്ങനെ വായിച്ചു നോക്കി നമ്മൾ സൈൻ ചെയ്യാൻ പോകുമ്പോൾ താഴെ ദ കോൺട്രാക്ട് ബിറ്റ്വീൻ XYZ കാസ്റ്റിംഗ് ഏജൻസി കമ്പനി ആൻഡ് ദ കോൾപ്ലേ. അപ്പോഴിങ്ങനെ നോക്കിയിട്ട് ഇപ്പൊ നമ്മൾ മറ്റേ അടിച്ചു മോനെ എന്ന് പറയുന്ന ഇങ്ങനെ നിന്നിട്ട് ഞാനിങ്ങനെ എല്ലാവരും ഒന്ന് നോക്കി, എല്ലാവരുടെയും എക്സ്പ്രഷൻ എന്താണെന്നല്ല. അപ്പം എനിക്കുണ്ടായിരുന്ന അതേ സർപ്രൈസ്, അതേ എക്സൈറ്റ്മെന്റ് എല്ലാവരുടെ മുഖത്ത് ഇത് കാണാം. കാരണം ആർക്കും അറിയത്തില്ല ഈ സാധനം കോൾപ്ലേക്ക് വേണ്ടിയാണെന്ന്. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ കാരണം ആരോടും ഇവർ പറഞ്ഞിട്ടില്ല, എല്ലാവരും ആ ദിവസമാണ് വരുന്നത് കോൾപ്ലേക്കാണ്. അപ്പത്തും തൊട്ട് നമ്മുടെ ഫുൾ ബോഡി ലാംഗ്വേജ് മാറി. എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ തുള്ളിച്ചാടിക്കാണ് കോൾപ്ലേ എന്ന് പറഞ്ഞൊക്കെയാണ്. അപ്പോഴും നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഈ ക്രിസ് മാർട്ടിനെയും മറ്റുള്ള ആൾക്കാരെയും വളരെ കാണുമെന്നുള്ള നമ്മൾ വിചാരിക്കും എന്താണ്, അവർക്കൊരു സെപ്പറേറ്റ് സ്പേസ് കാണും, അവരവിടെ ഇരുന്ന് പാട്ടുന്നു, നമ്മളിവിടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ നമ്മളിങ്ങനെ സിംഗപ്പൂർ ഫ്ലയറിൽ കൂടെ ഒരു ഫെറിയിൽ ഇങ്ങനെ കയറി ആ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ചെന്ന് കയറുമ്പോൾ ചെറിയ ഡിം ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, കുറേ പേർ അവിടെ നിൽപ്പുണ്ട്. അതിലൊരാളിങ്ങനെ നമ്മൾ ഫെറി വന്ന് നിൽക്കുന്നത്, ഇതുപോലെ ഒരു എൻട്രിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞാനാണ് ആ ഫെറിയുടെ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ചെയ്യുന്ന ആളാണ് ഇറങ്ങുന്നത് കറക്റ്റ്. അപ്പോൾ ഇറങ്ങിയ സമയത്ത് ഒരാളിങ്ങനെ വന്ന് ഷേക്ക് ഹാൻഡ് വന്നിട്ട് ഹേയ് വെൽക്കം ഓൺ ബോർഡ് എന്ന് പറയുന്നത്. അപ്പം ഡിം ആയിരുന്നുകൊണ്ട് ഞാൻ പറയും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് കയറി 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും നല്ല പരിചയമുള്ളൊരു മുഖം, നല്ല പരിചയമുള്ള ശബ്ദം എന്ന് പറഞ്ഞിട്ട് ചുമ്മാതെ ഞാൻ തിരിഞ്ഞു നോക്കി, ഏതാണ് ഇങ്ങേരെ നോക്കിയപ്പോൾ ക്രിസ് മാർട്ടിന് കൈ തന്നിട്ട് പോയ ആദ്യത്തെ വ്യക്തി ഞാൻ മാത്രമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും അറിയാതെ മറ്റേ ക്രിസ് മാർട്ടിനെ കാണാൻ പറ്റുമെന്ന്. അപ്പോൾ എൻ്റെ കോൾപ്ലേ എക്സ്പീരിയൻസ് അല്ല, ക്രിസ് മാർട്ടിനുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ അങ്ങേർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ആ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ കയറുന്നതാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഒരു 4 to 5 hours എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പ്യുവർ മാജിക്കൽ മൊമെൻറ്റ്സിലൂടെ ഒരു ഡ്രീം ലാൻഡിൽ കൂടെ കറങ്ങുന്ന പോലെയാണ്. കാരണം നമ്മൾ കോൾപ്ലേക്ക് എല്ലാവർക്കും അറിയാലോ, ഈ സാധാരണ ടിക്കറ്റ് പോലും കിട്ടാതെ ആൾക്കാർ കഷ്ടപ്പെടുകയാണ്. നമ്മളിവിടെ പ്രൈവറ്റ് ഷോ, നമുക്ക് വേണ്ടി പ്രൈവറ്റ് ഷോ ആൾക്കാർക്ക് ഓൺലൈനിൽ കയറിയിട്ട് പോലും ടിക്കറ്റ് കിട്ടുന്നില്ല. അപ്പോഴാണ് കോൾപ്ലേയുടെ ആൽബത്തിൽ ആക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. അത് ഭയങ്കര രസമായിരുന്നു ശരിക്കും. അങ്ങനെയാണ് കോൾപ്ലേ സംഭവിച്ചത്. കോൾപ്ലേ സംഭവിച്ചതിന് ശേഷം പോലും എനിക്കത് റിയലൈസ് ചെയ്യാൻ കുറച്ചൊരു സമയം എടുത്തു. കാരണം അത് പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് സമയമാണല്ലോ. കാരണം നമ്മൾ ആദ്യം ആക്സെപ്റ്റിങ്, അത് തന്നെ ഞാൻ ആദ്യം നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന കോൾപ്ലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ കോൾപ്ലേ പോകുമ്പോഴും ക്രിസ് മാർട്ടിനും ഇവരുടെ ടീമോട് ഇത്രയും അടുത്ത് ക്ലോസ്ലി ഇന്ററാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫുൾ ബാൻഡ് ഇന്ററാക്ട് ചെയ്തു, ഭയങ്കര രസമാണ്. ആൻഡ് ദെൻ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുള്ള കാര്യം ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഇങ്ങനെ എന്താണ് സംസാരിക്കുന്നത്, ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു, അത്
ഒരു പാർട്ടി മോഡ്. ഞാൻ ആ സീൻസ് കണ്ടായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുന്നു, അവർ പാട്ട് പാടുന്നു. ശരിക്കും അവർ ആ കോൺസെർട്ട് അവർ ആ സമയത്ത് പാടി. ഈ പാട്ട് ലിറിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട് അവർ ലിറിക്സ് പാടുന്നുണ്ട്, അതനുസരിച്ച് നമ്മൾ ഏറ്റു പാടി അവരോട് ഗ്രൂവ് ചെയ്യണം. അതായിരുന്നു സീൻ. ചേട്ടാ, കോൾപ്ലേ ഉണ്ടാക്കിയ സെൻസേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. കോൾപ്ലേ കോൺസെർട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ നാട്ടിൽ എന്തൊക്കെയായിരുന്നു ബഹളം. ഇവിടെ ആയാലും ആ ടിക്കറ്റിന് വേണ്ടി എല്ലാവരും ഓടുന്നു. അപ്പോൾ ചേട്ടനെങ്കിൽ ആക്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത് അത് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? പിന്നെ ക്രിസ് മാർട്ടിൻ ഷേക്കാൻ്റെ ഒന്നും പറഞ്ഞില്ലേ, ആളെങ്ങനെയായിരുന്നു? ഫ്രണ്ട്ലി ആയിരുന്നു അതോ ഐ എം ക്രിസ് മാർട്ടിൻ ജാഡ? അയ്യോ ഒട്ടുമല്ല. ശരിക്കും പറഞ്ഞ ടോട്ടൽ കോൾപ്ലേ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തന്നെ സെർഗിലാണ്. ക്രിസ് മാർട്ടിൻ, ആൾക്കാർക്ക് എല്ലാവരും ക്രിസ് മാർട്ടിനെ ഒരു ഗോഡാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം കോൾപ്ലേക്ക് അത്രയും പോപ്പുലാരിറ്റി ഉണ്ട്, മ്യൂസിക് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ക്രിസ് മാർട്ടിനാണ്. ഇയേഴ്സ് ആയിട്ടുള്ള അവരുടെ ജേർണിയാണ്. ഐ തിങ്ക് കോൾപ്ലേ കാണാൻ വേണ്ടി അല്ലെങ്കിൽ അവരൊരു സ്റ്റേജ് പ്രോഗ്രാം കാണാൻ തന്നെ ആൾക്കാർ ചത്ത് കിടക്കുന്ന സമയത്താണ് നമ്മൾ അവരോട് ഇത്രയും ക്ലോസ്ലി ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലെ തോട്ടും അത് തന്നെയായിരുന്നു. ഒരു പക്ഷേ ഇവർ നമ്മളെ മീറ്റ് ചെയ്താൽ പോലും ഏതെങ്കിലും ഒരു ചെറിയ മൂലയ്ക്ക് നമ്മളെ ഇരുത്തിയിട്ട് ഇവരുടെ സാധനങ്ങളൊക്കെ ചെയ്ത് നമ്മളെ സൈഡിൽ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ക്രിസ് മാർട്ടിനെ പോലെ ഒരാളെ നമ്മളെ വന്ന് വെൽക്കം ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. പുള്ളി ഓരോരുത്തർ അത് പറഞ്ഞ് അങ്ങനെ പോലും പുള്ളി ചെയ്യില്ല. ഷൂട്ടിന്റെ ഇടയ്ക്കുള്ള ബ്രേക്കിന്റെ സമയത്ത് നമ്മുടെ കൂടെ ഇതുപോലെ ഫ്ലോറിൽ ഇരുന്നിട്ട് അങ്ങനത്തെ കുറച്ച് വിഷ്വൽസും വീഡിയോസും നമ്മുടെ ഉണ്ട്. ഫ്ലോറിൽ ഇരുന്നിട്ട് നമ്മളോട് ഇന്ററാക്ട് ചെയ്യാണ്. ആ പുള്ളി പോലും ഒരു ബ്രേക്ക് എടുത്തിട്ടില്ല. ആ ടോട്ടൽ 4 to 5 hours നമ്മുടെ കൂടെ തന്നെ. ഒരു ബ്രേക്കിൽ പോലും പുള്ളി മാറി. ശരിക്കും പറഞ്ഞ പീപ്പിൾ പേഴ്സണേക്കാളും കൂടുതൽ ഞാൻ കോൾപ്ലേയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് വരെ ക്രിസ് മാർട്ടിന്റെ ഒരു ഡൈ ഹാർട്ട് ഫാൻ അല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും വലിയ ടേക്ക് അവേ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ദേ മെയ്ഡ് മീ ഡൈ ഹാർട്ട് ഫാൻ. അതാണ് അവരുടെ മേ ബി നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും അവരെ നമ്മളെ ഒരു ഇൻക്ലൂസീവ്നെസ് ഒരു സാധനം ഉണ്ടല്ലോ, അവരെ നമ്മളെ കംഫർട്ട് ആക്കുക എന്നുള്ളത് ഒട്ടമാരി റെസ്പെക്റ്റും സ്നേഹവും എന്താ പറയുക ഇതുപോലെ ഈ മറ്റേ ആരാധനയൊക്കെ അറിയാണ്ട് വന്നു പോകും. അത്രയ്ക്ക് ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പം ക്രിസ് മാർട്ടിൻ ജാടയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത്രയും ഹംബിളായിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വേണം പറയാം. ചേട്ടാ, ഓഡിഷന്റെ സമയത്ത് അവര് ഫേവറേറ്റ് ഉടുപ്പോ ടീഷർട്ടോ എന്തോ ചോദിച്ചെന്ന് പറഞ്ഞില്ലേ? അവസാനം ചേട്ടാ അത് തന്നെയാണ് ഇട്ടെ അതോ വേറെ ഒരു മേടിച്ചു തന്നു? ഇല്ല, ആ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന സീൻ, ആ ഷർട്ട് എന്റെ സ്വന്തം ഷർട്ട് തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫണ്ണി സാധനമാണ്. ഞാൻ അന്ന് ഓഡിഷന് പോയ സമയത്ത് എന്നോട് കോസ്റ്റ്യൂം കാര്യം ചോദിച്ചല്ലോ. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന തോട്ട് തരുന്നു, ഇത്ര വലിയ യൂറോപ്യൻ ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്റെ കോസ്റ്റ്യൂം ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ എനിക്ക് മനസ്സിലായത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബെൻ മൂർ ആസ് എ ഡയറക്ടർ നമ്മളെ അതിന്റെ നമ്മളെ അത്രയും കംഫർട്ട് ആക്കാൻ വേണ്ടി മേ ബി ആസ് പാർട്ട് ഓഫ് ഇൻക്ലൂസീവ്നെസ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ വി ഡോണ്ട് ഫീൽ ലൈക്ക് ആക്ടിങ്, ലൈക്ക് നമ്മൾ അതിൻ്റെ അകത്തുള്ള ഒരു പാർട്ടായിട്ട് തോന്നാൻ വേണ്ടിയായിരിക്കും. ആൻഡ് ദാറ്റ് ബിക്കംസ് നമ്മളാകാൻ വേണ്ടി. ആൻഡ് ദെൻ ഇതിനകത്ത് ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ഷർട്ട് ഇട്ട് ഞാൻ കോൾപ്ലേ വീഡിയോയിൽ വന്നു, അതൊരു സിഗ്നിഫിക്കൻറ്റ് സീനിൽ വന്നു. ആ ഷർട്ട് ബിക്കംസ് മൈ സൊവനീർ നൗ. അപ്പോൾ ഇനി ആ ഷർട്ട് ഞാൻ എന്നും സൂക്ഷിച്ചു വെക്കും, കോൾപ്ലേ സൊവനീർ. കഴുകാണ്ട് തേക്കാണ്ട് അത് അങ്ങനെ തന്നെ ഇല്ല, നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. കഴിയില്ലേ? അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം ഇട്ടിരുന്നത്. അല്ല, ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ ആ സീനിന്റെ കാര്യം പറഞ്ഞില്ലേ, നമുക്ക് ആ സീനിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ, ആ സീൻ ഷൂട്ട് ചെയ്ത കോഫി ഷോപ്പിലോട്ട് പോയിട്ട് അവിടെ സംസാരിച്ചാലോ? ഷുവർ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. സോ അവിടെ പോയി ചോദിക്കാം നമുക്ക് ഇനി. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ. കോൾപ്ലേയുടെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും ഈ ലൊക്കേഷൻ എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണെന്ന്. സോ അതിൽ മെയിൻ ആക്ട്രസ് പെണ്ണ് വെള്ളമെടുത്ത് സ്പ്ലാഷ്. ഇതെങ്ങനെ ഇവിടെ ഉടുപ്പ് വരെ മാറിയല്ലോ. ഞാൻ വിചാരിച്ചു കോൾപ്ലേയുടെ ലൊക്കേഷനിൽ എത്തിയിരുന്നു ഞാൻ. എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ കോൾപ്ലേ ലൊക്കേഷൻ? അടിപൊളി. ആക്ച്വലി സിംഗപ്പൂരിന്റെ കൾച്ചർ ഒക്കെ കാണിക്കുന്ന പോലത്തെ കറക്റ്റ് ലൊക്കേഷൻ ആയത്. ശരിക്കും പറഞ്ഞാൽ ആ കോൾപ്ലേ വീഡിയോ ഒക്കെ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മള് മോസ്റ്റ് ഓഫ് ദ അല്ല ടൂറിസ്റ്റുകൾ വന്ന് സാധാരണ കാണുന്ന മോസ്റ്റ് ഓഫ് ദ പ്ലേസസും അല്ല ബിൽഡിങ്സും അല്ല. ശരിക്കും പറഞ്ഞാൽ സിംഗപ്പൂരിന്റെ നേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, കൾച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആണ്. കോഫി ഷോപ്സ് ആകാം, ലോറിയാണ്, കുറെ HDB ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അത് ഭയങ്കര രസമാണ്. ശരിക്കും പറഞ്ഞാൽ കോൾപ്ലേയിലെ യൂഷ്വൽ വീഡിയോയിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് സിംഗപ്പൂരിന്റെ വീഡിയോ വന്നിരിക്കുന്നത്. സിംഗപ്പൂർ ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ട്, അല്ലെങ്കിൽ സിംഗപ്പൂരിന് ഇങ്ങനെ ഒരു മുഖം ഉണ്ടെന്നുള്ളത് ആ വീഡിയോ കാണുമ്പോഴാണ് മനസ്സിലായത്. വെളിയിലുള്ളവർ കണ്ടിട്ടില്ലാത്ത ഒരു ഭാഗം അല്ലേ സിംഗപ്പൂരിലെ. അതെ, ആക്ച്വലി പക്ക കൾച്ചർ, ലൈക്ക് ഇവിടുത്തെ ചൈനീസ് കൾച്ചറിനെ കാണിക്കുന്ന പോലത്തെ ഒരു ഫുഡ് കോർട്ടാണ് ഇത്. ആക്ച്വലി നമ്മുടെ മോളിലൊക്കെ കാണുന്ന പോലെ കുറെ ലൈറ്റിങ്ങും ഭയങ്കരമായിട്ട് പെയിന്റ് അടിച്ച സ്ഥലവും അങ്ങനത്തെ ഒരു സ്ഥലമേ അല്ല ഇത്. ആക്ച്വലി ഇതിന്റെ ഷൂട്ട് നടന്ന സമയത്ത് തന്നെ ഭയങ്കര രസമാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ അന്ന് കുറേ ലോക്കൽസ് ഇവിടെ ഉണ്ടായിരുന്നു ഈ ഒരു ലൊക്കേഷനിൽ. അവർ പറഞ്ഞു വെച്ചിരുന്ന കുറേ സാധനമാണ്. ആൻഡ് ദെൻ നമ്മൾ നാട്ടിലെ സിനിമ ലൊക്കേഷനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇവിടെ എല്ലാവരും ഭയങ്കര എന്താ പറയുക, പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പക്ക പ്രൊഫഷണൽസ് ആണ്. എന്നാൽ എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആണ് തന്നെ. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി തലേന്ന് ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര
ഒരു ക്ലൗഡ് ലൈൻ നിൽക്കുന്ന ഒരു മൂഡിലാണ് ഇങ്ങോട്ട് വന്ന് കയറുന്നത്. കാരണം നമ്മളെല്ലാവരും ഓൾറെഡി പരിചയപ്പെട്ടു, അവരുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെല്ലാം ഓൾറെഡി ഇന്നലെ കണ്ടാണ്, ഓൾറെഡി ഹൈപ്ഡ് അപ്പ് ആണ് എല്ലാവരും. അപ്പം വന്ന് കഴിയുമ്പോൾ തന്നെ എല്ലാവരും യാ മാൻ ലെറ്റ്സ് ഡു ഇറ്റ് ആ ഒരു സാധനത്തിൽ വരുന്നത്. അപ്പോൾ ബെൻമൂർ തന്നെയാണ്. ബെൻമൂർ ഡയറക്ടർ ശരിക്കും ബെൻമൂർ ആക്ച്വലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പുള്ളി ഇതിന് മുമ്പ് കുറേ കോൾപ്പള്ളി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ പുള്ളി വാസ് ലൈക്ക് ബടിയാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ഫുള്ള് ചില്ല് ആൻഡ് ഒരു എല്ലാം ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാർ. അതാണ് അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു ടേക്ക് അവേ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ കോൾപ്ലേയോട് അഭിനയിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ് ഇവരൊക്കെ ഭയങ്കര സൂപ്പർ സ്റ്റാർസ്, ഇവരൊക്കെ ഭയങ്കര ഇന്റർനാഷണൽ ലെവലുള്ള ആൾക്കാർ. ഇത് നേരെ തിരിച്ച് നമ്മളിപ്പം സാധാരണ കോളേജിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഫ്രണ്ട്സോട് ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ അതുപോലെയാണ്. ആൻഡ് ദെൻ ആ കൂടെ അഭിനയിച്ച പെൺകുട്ടി വാസ് ലൈക്ക് സൂപ്പർ കൂൾ. അവർ ശരിക്കും പറഞ്ഞാൽ ഇനിഷ്യലി നമുക്ക് ആ സ്റ്റേജ് ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടി. അതായത് ശരിക്കും വെള്ളം ഒഴിക്കണമല്ലോ അദ്ദേഹത്തോട്ട്. അപ്പൊ ശരിക്കും വെള്ളം ഒഴിച്ചു. വെള്ളം മാറാൻ വേണ്ടി മാത്രം തന്നെ ഒരു 3-4 പ്രാവശ്യം ബ്രേക്ക് പോയി. കാരണം അത് കറക്റ്റായിട്ട് വീഴാൻ വേണ്ടി അതിനകത്ത് ആക്ടിങ്ങിനേക്കാളും കൂടുതൽ ടൈമിങ്ങിന്റെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. കാരണം ക്യാമറ പാൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വെള്ളം സ്പ്ലാഷ് വരണം. എന്നാൽ ആ സമയത്ത് ഞാനൊരു എക്സ്പ്രഷൻ ഇടണം. അതിൽ അവരുടെ ഒരു കൗണ്ടർ എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിങ്ങിന് വേണ്ടി ഒരു 3-4 പ്രാവശ്യം പോയി. അപ്പോൾ നമ്മളെ യേശുക്രിസ്തു നിർത്തുന്നവരിങ്ങനെ നിർത്തിയിട്ട് മൊത്തം ഡ്രൈ ചെയ്ത് വീണ്ടും റീടേക്ക് ചെയ്യും. ഷർട്ട് മാത്രം ഒരു ഇങ്ങനെ സ്റ്റീം ചെയ്ത് അപ്പൊ മുഖത്തും പുറത്തും എല്ലാം. അത് എത്ര ടേക്ക് പോയി? ലൈക്ക് ഒരു ആവറേജ് ഓർമ്മയുണ്ടോ? 3 to 4 ടേക്സ് പോയിട്ടുണ്ടാവും. എന്റെ അമ്മോ, എറിയുന്നവർക്ക് കുഴപ്പമില്ല, ഞാൻ അവളോട് പറഞ്ഞു ഇനി ഒരു പ്രാവശ്യം കൂടി എറിഞ്ഞ് ശരിക്കും പോയേനെ. അപ്പൊ ചേട്ടാ ഈ സീൻ ചെയ്തപ്പോ ചേട്ടൻ എങ്ങനെയായിരുന്നു ഉള്ളില്? എന്തായിരുന്നു ഫീലിംഗ്? ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡിൽ ഭയങ്കര ഹാപ്പിനെസ്, എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം നമ്മൾ ഓൾറെഡി കോൾപ്ലേയോട് ക്രിസ് മാർട്ടിന്റെ ടീമോട് ചെയ്തിട്ട് വന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ ഫുള്ളൊരു ഒരു ബടി ഈ സാധനത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ബാക്ക് ഇൻ മൈൻഡിൽ വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഈ സാധനം ചെയ്യുന്ന സാധനം വൃത്തിക്ക് വന്നില്ലെങ്കിൽ, ഒന്ന് ഞാൻ വൃത്തിക്ക് ചെയ്തില്ലെങ്കിൽ അത് കട്ടാവാൻ പോകുന്ന സാധ്യതയുണ്ട്. അത് മാത്രമല്ല പിന്നെ എൻഡ് ഓഫ് ദി ഡേ മൊത്തത്തിലൊരു നമ്മൾ എഡിറ്റിംഗ് ടേബിൾ എത്തി കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഫ്ലോ മാറുവാണെങ്കിലോ അല്ലെങ്കിൽ ഈ സീനിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ലെന്ന് തോന്നുവാണെങ്കിൽ അവർ കട്ട് ചെയ്ത് കളയാനുള്ള സാധ്യതയുണ്ട്. അപ്പം എൻ്റെ മനസ്സിലെ എക്സൈറ്റ്മെന്റ് മൊത്തം ഞാൻ കോൾപ്ലേയുടെ വീഡിയോയിൽ വരുന്നുണ്ടെന്നാണ്. പക്ഷേ ഇൻ കേസ് ഇത് വന്നില്ലെങ്കിൽ ഇതിന്റെ ഇതുപോലത്തെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ്സാവുന്നുള്ള ടെൻഷൻ എൻ്റെ തലയിലുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി അതാ ചേട്ടാ, ഇത്രയും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ചേട്ടന് കിട്ടിയിട്ട് ചേട്ടൻ ആരോടും പറഞ്ഞില്ല, ഒരു സ്റ്റോറി ഇട്ടില്ല, സ്റ്റേറ്റസ് ഇട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ കോൾപ്ലേയിലുണ്ട്, ഇതാണ് എന്റെ സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ എങ്ങനെ പറയാണ്ട് പിടിച്ചിരുന്നു? ഞാൻ ഇത് ആക്ച്വലി ഇതിന്റെ എക്സൈറ്റ്മെന്റ് കാരണം എന്റെ ക്ലോസ് സർക്കിൾ 1-2 ആൾക്കാരോട് ഇത് പറഞ്ഞു. അപ്പൊ അവന്മാർക്കെല്ലാം ഭയങ്കര പുച്ഛം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാ ചുമ്മാ പോടെ കോൾപ്ലേയിൽ അഭിനയിച്ചു അതന്നെ, ചുമ്മാ തള്ളി മറിക്കില്ല എന്നുള്ള സാധനം. അതന്നെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഞാൻ എന്ത് പറഞ്ഞാലും ഇവന്മാർ വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പൊ ആകെക്കൂടിയുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇറങ്ങി എന്റെ മുഖം അതിനകത്ത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇവന്മാർ തിരിച്ചു പറയാന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് തന്നെയാണ് ഞാൻ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ എല്ലാം അന്ന് ചൊറിഞ്ഞമാർക്കെല്ലാം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കണ്ടടാ ഇത് തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞ സാധനം. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സംസാരിച്ചാൽ മതി. ഇതിന്റെ രസം എന്ന് പറഞ്ഞല്ലോ, ഇത് അയച്ചു കൊടുത്തപ്പോൾ വരുന്ന എനിക്ക് റെസ്പോൺസസ് ആണ്. ചിലർ പറയുന്നത് അന്ന് വിശ്വസിക്കാത്ത ആൾക്കാരെല്ലാം ഈ മറ്റേ വിളിച്ച് മറ്റേ ജോ ഡ്രോപ്പിംഗ് സാധനമാണ്, ശരിക്കും നീ പറഞ്ഞ സത്യമായിരുന്നു. ഒന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എൻ്റെ ഒരു കസിൻ്റെ മോള് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവള് പറയാം, ഞാൻ പറഞ്ഞ ക്രിസ് മാർട്ടിനോട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഞങ്ങൾ ആ ഒരു ഷൂട്ടൊക്കെ ചെയ്യുന്ന പറഞ്ഞപ്പോൾ അവൾ ഭയങ്കര കോൾപ്ലേ ഫാനാണ്. കോൾപ്ലേ എന്ന് പറഞ്ഞ് ചത്ത് കിടക്കുന്ന അവൾ പറഞ്ഞു, യു ഡോണ്ട് ടോക്ക് ടു മീ. എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? ഞാൻ അറ്റ്ലീസ്റ്റ് പറഞ്ഞത് ഞാൻ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരത്തില്ലായിരുന്നു പറഞ്ഞ. പിന്നെ ഒരാൾ ചോദിച്ചെന്താ പറയാ, ആർ യു സം കൈൻഡ് ഓഫ് ഫിലിമിനാറ്റി? ഞാൻ ചോദിച്ചു എന്താ കാര്യം? ഞാൻ പറയാ, അല്ല ഇവിടെ ആൾക്കാർക്ക് കോൾപ്ലേയിൽ ടിക്കറ്റ് കിട്ടുന്നില്ല, യു ആർ ഇൻ ദ കോൾപ്ലേ ആക്ടിംഗ് വിത്ത് കോൾപ്ലേ എന്ന് പറഞ്ഞു. ഞാൻ പോലും അറിയാതെ കോൾപ്ലേയിൽ എത്തിപ്പറ്റിയ ഒരു മലയാളിയാണ്. അല്ല അങ്ങനല്ല, ഇതിന്റെ കാസ്റ്റിംഗ് പ്രോസസ് ഞാൻ പറഞ്ഞാലോ. അപ്പൊ ഞാൻ പോലും അറിയാതെ സംഭവിച്ച സാധനമാണ്. അതെന്തായാലും വലിയൊരു ബ്ലെസ്സിംഗ് ആണ് ആക്ച്വലി സത്യം പറഞ്ഞാൽ. ഈ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കോൾപ്ലേയുടെ കോൺസേർട്ട് കാണാൻ പോയത്. അത് സിംഗപ്പൂർ നാഷണൽ സ്റ്റേഡിയത്തിലാണ്. അതിന്റെ എക്സൈറ്റ്മെന്റും കഥകളും നമുക്ക് സ്റ്റേഡിയത്തിന് ഫ്രണ്ടിൽ പോയിട്ട് പറയാം. എന്താ കേൾക്കാൻ ഞങ്ങൾ വളരെ റെഡിയാണ്. ലെറ്റ്സ് ഗോ. അപ്പൊ ഗിരീഷ, ഇവിടെയാണ് കോൾപ്ലേയുടെ ലൈവ് കോൺസേർട്ട് ആയിരുന്നു സിംഗപ്പൂർ നാഷണൽ സ്റ്റേഡിയം. നിക്ക് കോൺസെർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ കുറെ പേർക്ക് ടിക്കറ്റ് ഇല്ലാണ്ടിരിക്കുമ്പോ ചേട്ടന് ഫ്രീ ടിക്കറ്റ് കിട്ടിയെന്നാണല്ലോ ഞാൻ കേട്ടെ. കിട്ടി. സത്യമാണോ അതോ ചുമ്മാ തള്ളു? സത്യമായിട്ടും തള്ളിയതല്ല. അതെങ്ങനെ കിട്ടി? ബുദ്ധിമുട്ടുണ്ട് ഇത് വിശ്വസിക്കാൻ ഗിരീഷയ്ക്ക് ബുദ്ധിമുട്ടുള്ള പോലെ തന്നെയാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ 2 ദിവസം മുമ്പായിരുന്നു നമ്മുടെ ആ ഡാൻസ് സീക്വൻസ്. കോൾപ്ലേ വീഡിയോക്കകത്ത് ലാസ്റ്റ് അവരുടെ കൂടെ ഒരു പാർട്ടി സീൻ ഉണ്ടല്ലോ. പാർട്ടി സീനിലാണ് നമ്മൾ അന്നാണ് ആദ്യമായിട്ട് അറിയുന്നത് തന്നെ കോൾപ്ലേയോട് ഷൂട്ട് ചെയ്യാൻ പോകണം എന്നുള്ള ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ക്രിസ് മാർട്ടിനോട് അവരുടെ ടീമോട് ഇത്രയും ക്ലോസ്ലി ഇന്ററാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതും അതും സൂപ്പർ സർപ്രൈസ് ആയിരുന്നു. ആ ഒരു 4-5 മണിക്കൂറത്തെ ഷൂട്ടിന് ശേഷം
ക്രിസ്മോടൻ അനൗൺസ് ചെയ്യുന്നത്, ക്ലോസിംഗ് അനൗൺസ്മെന്റ് സമയത്താണ് പറയുന്നത്, നമ്മൾ വി ലൈക്ക് യുവർ എനർജി, ഇന്നത്തെ ഷൂട്ട് വളരെ സ്മൂത്തായിട്ട് പോയതുകൊണ്ട് ആസ് എ കോംപ്ലിമെന്ററി വി ആർ ഗിവിംഗ് യു എ VIP ഫ്രീ ടിക്കറ്റ് ഫോർ അവർ അപ്കമിങ് കോൺസേർട്ട്. അങ്ങനെ കോൾപ്ലേയിൽ മൊത്തത്തിൽ സർപ്രൈസ് കിട്ടിയ ഒരു ദിവസമായിരുന്നു. ഇതുപോലെ കുറെ പേര് ആക്ച്വലി ലൈക്ക് നമ്മുടെ രാജ്യത്ത് കിട്ടാണ്ട് വരുമ്പോൾ അവരിങ്ങനെ ദുബായ് അല്ലെങ്കിൽ ന്യൂസിലൻഡ് ഇങ്ങനെ പല പല രാജ്യത്ത് പോയി കോൾപ്ലേ കുറെ കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ ആരെങ്കിലും വന്നായിരുന്നു? അന്ന് വന്ന ദിവസം തന്നെ എനിക്ക് വന്ന് കുറേ മലയാളീസ് ഉണ്ടായിരുന്നു അന്ന് ഇത് പരിപാടി കാണാൻ വേണ്ടി. അതിനകത്ത് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ളത് വിനീത് ശ്രീനിവാസനെ കണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി പരിപാടി കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേനും ഭയങ്കര ഒരു സൂപ്പർ ക്രൗഡഡ് ആയിരുന്നു അന്ന് തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും. എന്നിട്ട് എല്ലാവരും ഇതുപോലെ മറ്റേ ആ ഒരു ഹൈയിൽ നിൽക്കുകയാണ് കോൾപ്ലേയുടെ കോൺസേർട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ തിക്കി തിരക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിനീതിനോട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് വിനീതല്ലേ, പെട്ടെന്ന് പോയി സംസാരിച്ചു. കാരണം ഞങ്ങൾ നേരത്തെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നര പരിപാടിക്ക്. ഗ്രഹണം എൻ്റെ ആദ്യത്തെ സിനിമയിൽ പാട്ട് പുള്ളിയാണ് പഠിക്കുന്നത്. പുള്ളി സിംഗപ്പൂർ വന്നപ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ആഡിൽ പുള്ളി സിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചിങ്ങനെ കണക്ഷൻസ് നമുക്ക് പേഴ്സണൽ കോൺടാക്ട് ഉള്ളതായിരുന്നുകൊണ്ട് പെട്ടെന്ന് പോയി പരിചയപ്പെട്ട് വർത്തമാനം പറഞ്ഞു ഞങ്ങളുടെ ബന്ധം പുതുക്കി. അപ്പോഴാണ് അറിയുന്നത് അവരുടെ ഒരു ടീം തന്നെ ആക്ച്വലി വന്നിട്ടുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് ഇങ്ങനെ കുറേ പേര് ഒരുമിച്ച് കോൾപ്ലേക്ക് വേണ്ടി തന്നെ വന്നിട്ടുള്ളത്. വേറെ ആരൊക്കെയാ വന്നേ? എന്റെ അറിവിൽ അന്ന് എനിക്കറിയാവുന്ന കുറെ മലയാളീസ് അന്ന് കണ്ടിരുന്നു. പക്ഷെ എനിക്ക് ബൈ ഫേസ് മനസ്സിലായത് വിനീത് ശ്രീനിവാസനാണ്. ഒറ്റയ്ക്ക് അതോ വൈഫ് എല്ലാവരും? അടിപൊളി. നമുക്ക് എല്ലാവർക്കും അറിയാം കോൾപ്ലേയിലെ കോൺസേർട്സ് ആണ് അവരുടെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിരിക്കുന്നത്. എല്ലാ ആൾക്കാരും ചാകാണ് അവരുടെ കോൺസേർട്ട് കാണാൻ വേണ്ടി. അപ്പം കോൺസേർട്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തുകൊണ്ട് കോൾപ്ലേക്ക് ഇത്രയും ഫാൻ ഫോളോയിങ്. കാരണം അത്രയ്ക്ക് എനർജിയാണ്, സൂപ്പർ എനർജി. എനിക്ക് തോന്നുന്നു ഒരു ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും കോൾപ്ലേയുടെ കോൺസേർട്ട് കാണണമെന്ന് ഞാൻ പറയുള്ളൂ. യൂഷ്വലി നമ്മൾ കോൺസേർട്ടിന് പോകുമ്പോൾ നമ്മുടെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് അറിയില്ല. പക്ഷെ ഇത് മൊത്തത്തിൽ ഡിഫറെന്റ് ആയിരുന്നു. ഭയങ്കര ഡിഫറെന്റ് അറിയാം. എല്ലാവരും സെയിം ഗ്രൂപ്പ്, സെയിം ഫാമിലി, സെയിം ബഡീസ്. അതുപോലെയാണ്. കാരണം ഒരാൾ പാടുന്ന അതിന്റെ ലിറിക്സ് അടുത്ത ആൾ ഏറ്റു പാടുന്ന, ഒരാൾ അവിടെ ഡാൻസ് കളിക്കും, നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഡാൻസ് കളിക്കും. ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തു. നമുക്കൊരു കാര്യം ചെയ്യാലോ, നല്ല വെയിലാണ്, നമുക്ക് പോയിട്ട് ഒരു ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് ബാക്കി എവിടെയെല്ലാം ഇരുന്ന് സംസാരിച്ചാലോ? എന്തായാലും വേണം. കോൾപ്ലേനെ പറ്റി ഇപ്പൊ നമ്മൾ കുറെ അറിഞ്ഞു, കുറെ പറഞ്ഞു. ഇനി നമുക്ക് ജിബു ജോർജ് എന്ന ആക്ടറിനെ പറ്റി കുറച്ച് ഷെയർ ചെയ്യാം. മറ്റേ പടത്തിൽ നിതിൻ പോളി പറയൂലേ, സ്വന്തമായിട്ട് ഞാൻ വഴി വെട്ടി വന്നവനാടാന്ന്. അതുപോലെ വഴി വെട്ടി ചേട്ടൻ മലയാളം സിനിമ വരെ എത്തി, ഇപ്പോഴും വഴി വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ചേട്ടന്റെ ജേർണി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ശരിക്കും ഞാൻ ജനിച്ച ഒരു ആർമി ഫാമിലിയിലാണ്. ആർക്കും സിനിമയുമായിട്ട് ഒരു ബന്ധമില്ല. സിനിമ എന്നല്ല, കലാപരമായിട്ട് ഒരു പരിപാടി ചെയ്യുന്ന ആൾക്കാരില്ല. അപ്പം ഈ സാധനം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജ് പഠിക്കുമ്പോൾ സ്റ്റേജിലൊക്കെ കയറുമായിരുന്നു, ചെറിയ ഡ്രാമയിലും മൈമിലൊക്കെ അഭിനയിക്കുമ്പോൾ ഈ സംഭവം കൊള്ളാമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ആക്ടിങ് ആണ് എൻ്റെ പ്രൊഫഷൻ, അല്ലെങ്കിൽ അതാണ് എൻ്റെ പാഷൻ എന്ന് മനസ്സിലാക്കാനുള്ള പക്വതയും പ്രായം ഒന്നുമില്ലായിരുന്നു. പിന്നെ നമുക്കത് പറഞ്ഞു തരാൻ വേണ്ടി ആരും എൻ്റെ ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ കണക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, സപ്പോർട്ട് ഒന്നും, അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതൊരു കരിയർ ഓപ്ഷൻ ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നേ ഇല്ല. നമ്മുടെ യൂഷ്വൽ പാറ്റേൺ. സിംഗപ്പൂർ വന്നതിന് ശേഷം, അപ്പോൾ സിംഗപ്പൂർ വരുന്നതിന് മുമ്പ് സ്കൂൾ കോളേജിലൊക്കെ കുറേ സ്റ്റേജിലൊക്കെ കയറുമായിരുന്നു. സിംഗപ്പൂർ വന്നതിന് ശേഷം ഇതുപോലെ ഒരു 1 fine day ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് മിനിറ്റ് ആളെ വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഒരാൾ അപ്രോച്ച് ചെയ്തത്. അപ്പം ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ പോലും ഞാൻ വിചാരിക്കുന്നില്ല ഇനി ഇതിലേക്കുള്ള എൻ്റെ ജേർണി ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പം സ്റ്റാർട്ടിങ് അതായിരുന്നു എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ച ഒരു 1 time ചെയ്തിട്ട് നമുക്ക് നോക്കാം, ഒരു എക്സ്പീരിയൻസ് പോകാം. എല്ലാ പരിപാടിയും ഞാൻ ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ്. ഈവൻ കോൾപ്ലേ പോയപ്പോൾ പോലും ഞാൻ പറയുന്നത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിനോട് അഭിനയിക്കുന്ന ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഇത് ആങ്കറിങ് ചെയ്ത് ഫോർ സം റീസൺ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് സിംഗപ്പൂരിൽ കുറേ പ്രോഗ്രാംസ്, ചെറുതും വലുതായിട്ട് കുറേ പരിപാടികൾ ആങ്കർ ചെയ്യാൻ ഓപ്ഷൻസ് വന്നു. അങ്ങനെ ആങ്കറിങ് ചെയ്തിരുന്ന സമയത്താണ് ഏഷ്യാനെറ്റിലൊരു മെയിൽ ആങ്കറിന്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ഒഫീഷ്യൽ ആങ്കറിങ് സ്റ്റാർട്ട് ആകുന്നത് ഏഷ്യാനെറ്റിൽ വേണ്ടിയാണ്. ഏഷ്യാനെറ്റ് ടെലിവിഷനിൽ കുറേ 2 വർഷത്തോളം ഞാൻ സിംഗപ്പൂർ ചോയ്സ് എന്നൊരു പ്രോഗ്രാം ആങ്കർ രാവിലെ കാണിക്കുന്ന എല്ലാ ദിവസവും സൺഡേ വിടും. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഷോർട്ട് ഫിലിംസ് വർക്കാൻ തുടങ്ങിയത്. ഷോർട്ട് ഫിലിംസിൽ കുറേ ആൾക്കാർ എന്നെ വിളിച്ചു തുടങ്ങി. അപ്പം ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് അങ്ങനെ ഒരു 4 ഭാഷകൾ ഒരു 10-12 ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റി. പിന്നെ കുറേ മൾട്ടി ലാംഗ്വേജസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു ഭാഗ്യം. അതാ ഞാൻ പറയും, ഓരോ സാധനം വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഓക്കെ തമിഴാണെന്ന് പറയുമ്പോൾ ചുമ്മാ എക്സ്പ്ലോർ തന്നെയാണോ ആ ലാംഗ്വേജ് ഡബ് ചെയ്യുന്നതും? അതോ 2 സാധനം, അതായത് എനിക്ക് ഒന്ന് തമിഴിന്റെ ഒരു പുതുനിറവും പിന്നെ വേറൊരു ഇംഗ്ലീഷ് ഫിലിമിന്റെ, ഈ 2 മാത്രമേ ഞാൻ ഡബ് ചെയ്തിരുന്നത്. ബാക്കിയെല്ലാം ഞാൻ തന്നെ ഡബ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തു. കുറെ സിംഗപ്പൂർ കൈലി കളനേരത്തിന്റെ കുറെ തിയേറ്റേഴ്സ് വന്നായിരുന്നു. അതും ഇംഗ്ലീഷ്, തമിഴ്, മലയാളം ഈ 3 ഭാഷകളിൽ ഒരു 5-6 തിയേറ്റർ പ്രൊഡക്ഷൻസ് ചെയ്തു. അപ്പം പാരലലി ആ സമയത്ത് സ്റ്റേജ് പ്രോഗ്രാമിങ്, ടി വി ആങ്കറിങ്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ കൊമേഴ്ഷ്യൽസ് സ്റ്റാർട്ടായി, കൊമേഴ്ഷ്യൽസ് ചെയ്തു. അപ്പോൾ ഈ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. കാരണം എല്ലാ ഏരിയാസും എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി, ആങ്സൈറ്റി ഒക്കെ ആയിരുന്നു എനിക്ക്.
പക്ഷേ വൺസ് ഐ സ്റ്റാർട്ടഡ് ആക്ടിങ് ഇൻ ലൈക്ക് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴും തിയേറ്റർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം കിടപ്പുണ്ട്, ഒരു പാഷൻ കിടപ്പുണ്ട്. ആൻഡ് ദെൻ ആ ഫയറിനുള്ള അപ്രീസിയേഷനും കിക്കൊക്കെ വരാൻ തുടങ്ങിയത് ആൾക്കാർ അതിനെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയപ്പോഴും ഏതെങ്കിലും ഒരു ക്രൗഡിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ മറ്റേ ആ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നല്ലേ, എനിക്ക് മനസ്സിലായത് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ദെൻ അപ്പോൾ ഞാൻ അതിന് സീരിയസ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ചെയ്തപ്പോഴാണ് ഗ്രഹണം എന്ന് പറഞ്ഞ ആദ്യത്തെ സിനിമ സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീം, ആനന്ദ് പാക എന്ന് പറഞ്ഞൊരു എൻ്റെ ഫ്രണ്ട് തന്നെയായിരുന്നു. പുള്ളി ആദ്യമായിട്ടൊരു മലയാള സിനിമ സിംഗപ്പൂരിൽ ചെയ്തത്. സിംഗപ്പൂരിലെ മലയാള സിനിമയുടെ ചരിത്രം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ മലയാള സിനിമ ഗ്രഹണമായിരിക്കും. അതിലെ ആദ്യത്തെ നായകൻ ഞാനാണ്. അങ്ങനെയാണ് മുമ്പ് ഇതിൽ പറഞ്ഞില്ലായിരുന്നു സിംഗപ്പൂർ എന്നുള്ള ഒരു നായകൻ ആദ്യമായിട്ടൊരു മലയാള അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഗ്രഹണത്തിൽ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ആണ് ചെയ്തത്, ലീഡ് ക്യാരക്ടറാണ് ചെയ്തത്. അതിനുശേഷം സെക്കൻഡ് ഫിലിം ചെയ്തത് ഇവിടെ ഒരാൾ എന്ന് പറഞ്ഞിട്ട്, അല്ല ഇവിടെ ഒരാൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഓങ്കാര എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ ഫിലിം ചെയ്തു. ഇവിടെ ഒരാൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ 3 മലയാള സിനിമകൾ ചെയ്തു. ഇപ്പൊ കുറച്ച് ഫിലിംസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ 2025 ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടി കൂടുതൽ മലയാള സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹമാണ്. കുറച്ചും കൂടി നമുക്ക് അവിടെ എത്തണം. അയ്യോ സത്യമായിട്ടും ശരിക്കും ഗ്രീഷ്, നമ്മള് ഇത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മലയാളികളുടെ ഇഷ്ടം പിടിച്ചോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ കുറച്ചും കൂടി എങ്ങനെ ലൈക്ക് ക്രിസ്റ്റഫർ നോളൻ വൈബ് ഒക്കെ നമുക്ക് അങ്ങനെ എല്ലാം ഒന്നും പിടിക്കത്തില്ല. അതല്ലല്ല, നമ്മളിപ്പം ശരിക്കും സിംഗപ്പൂർ ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് കുറെ ബെനിഫിറ്റ്സ് ഉള്ളത്, ഇവിടുത്തെ കുറെ പ്രൊജക്ട്സിൽ ഇൻവോൾവ് ആകാൻ പറ്റും എന്നുള്ളതും അങ്ങനത്തെ കുറെ എക്സ്പോഷർ കിട്ടുന്നുള്ളത്. പക്ഷെ അതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ ചെയ്തേക്കുന്ന വർക്കുകൾ മെജോറിറ്റിയും സിംഗപ്പൂരിലാണ്. അല്ല ഇപ്പോൾ കോൾപ്ലേ പോലും മലയാളികൾക്ക് കോൾപ്ലേ ആയതുകൊണ്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സിംഗപ്പൂർ ചെയ്ത് കുറേ ഇംഗ്ലീഷ് ഫിലിംസ് ആണെങ്കിലും 1-2 ചൈനീസ് പ്രൊഡക്ഷൻസിൽ അസോസിയേറ്റ് ഉണ്ട്. പക്ഷെ മലയാളത്തിൽ പോയി ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒരു സന്തോഷമുണ്ടല്ലോ. പിന്നെ അവിടുത്തെ ആൾക്കാർ നമുക്ക് വരുന്ന റെസ്പോൺസും ആ സ്നേഹം, അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആസ് എ മലയാളി നമുക്ക് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ മലയാള സിനിമകൾ ചെയ്യണമെന്നും കൂടുതലും മലയാളം ടെക്നീഷ്യൻസിനോടെയും അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യണം എന്നുള്ളത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരിക്കണം. അപ്പോൾ ഞാനിപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നാട്ടിൽ പോയിട്ട് നാട്ടിലെ കുറച്ച് പ്രൊജക്ട്സിലൊക്കെ ഇൻവോൾവ് ആകുക എന്നുള്ളതും അവിടുത്തെ നല്ല നല്ല പ്രൊജക്ട്സിൽ എങ്ങനെ ഇപ്പം കാസ്റ്റിംഗിന് പോലും ഓഡിഷന് പോലും ഞാൻ ഇവിടുന്ന് ആക്ച്വലി ഫ്ലൈ ചെയ്ത് നാട്ടിൽ പോയി ചെയ്യാറുണ്ട്. അപ്പോൾ ചെറിയ വർക്കിനാണെങ്കിൽ പോലും ഞാൻ പോയി ചെയ്യാറുള്ളതാണ്. പക്ഷെ ചേട്ടന് ഇവിടെ ജോലി ഇല്ലേ? എങ്ങനെയാ ചേട്ടൻ ഇതൊക്കെ മാനേജ് ചെയ്യണം, ലൈക്ക് ജഗിൾ ചെയ്യണം എങ്ങനെയാ? അതൊരു ബ്രിഡ്ജിങ് ആണ്, ഒരു പ്രോസസ്സാണ്. അതൊരു ഒന്ന് ടൈം മാനേജ്മെന്റ്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ നമ്മുടെ പാഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് രണ്ടുകൂടെ മാനേജ് ചെയ്ത് പോകുന്നത്. ഇത് കൈൻഡ് ഓഫ് ബ്രിഡ്ജിങ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുവന്നുള്ളൂ. അപ്പം ഞാനൊരു IT ഫേമിൽ IT പ്രൊജക്ട് മാനേജർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിയുമ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്യുന്ന റീസൺ സിംഗപ്പൂരിലുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെയും വർക്ക് ചെയ്യാം, പ്ലസ് എൻ്റെ ജോലി ഞാൻ സൈഡിൽ കൂടെ കൊണ്ടുവന്നുണ്ട്. ആൻഡ് ദെൻ പ്ലസ് നാട്ടിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നാട്ടിൽ പോയി ഫ്ലൈ ചെയ്യാം. കാരണം 4 മണിക്കൂറത്തെ ദൂരമല്ലേ ഉള്ളൂ. അപ്പം ഇതെല്ലാം കൂടി ഇപ്പം ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ ഒരുപാട് മലയാള സിനിമകൾ ചെയ്യുന്ന ഒരു അവസരം വരുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി നാട്ടിലേക്ക് മാറി മലയാള സിനിമയ്ക്ക് വേണ്ടി ഞാൻ എന്നെ ഡെഡിക്കേറ്റ് ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. അത് എന്തായാലും നടക്കട്ടെ. അപ്പം ഈ മൂവീസിലൊക്കെ ആക്ട് ചെയ്യുന്നതും ഇവിടെ ഷോർട്ട് ഫിലിംസ് ആക്ട് ചെയ്യുന്നതും ഫാമിലി എങ്ങനെയാ, സപ്പോർട്ടീവ് ആണോ? ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഫാമിലി ആയതുകൊണ്ട് അവർക്ക് ആദ്യം വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ ഭയങ്കര പുഷൊന്നുമില്ല. അവർക്ക് സന്തോഷമാണ് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ രണ്ടുകൂടെ എല്ലാവരും ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്, അവർക്ക് ഓക്കെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് റെക്കഗ്നീഷൻസ് വന്നു തുടങ്ങി. അപ്പം കുറേ അവാർഡ്സും കാര്യങ്ങളൊക്കെ. എൻ്റെ ഒരു വീൽ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ഫിലിമിന് ബാഴ്സലോണ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു അവാർഡ് വന്നായിരുന്നു. അതിന് കുറേ മീഡിയ അറ്റൻഷൻസും ന്യൂസ് കവറേജ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ പോയപ്പോൾ തന്നെ പല ആൾക്കാരും ഈ എന്താ പറയുന്നത് അഭിനന്ദനം അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു സഭകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ആ ഫാമിലിക്ക് അവർക്ക് ആ പെട്ടെന്ന് ഒരു പോസിറ്റീവ് സാധനം വന്നു. അവർ പറഞ്ഞു ഇവൻ ചെയ്യുന്ന കാര്യത്തിന് എന്തെങ്കിലും റിസൾട്ട് വരുന്നുണ്ട്. ആൻഡ് ദെൻ മോറലെസ് ലൈക്ക് നല്ലൊരു ഗ്രൂപ്പിലാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ അവർക്കൊരു പോസിറ്റീവ് തോട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും. സോ ഇറ്റ്സ് ഓക്കെ, ഐ തിങ്ക് ഗ്രാജുവലി ഇറ്റ് വിൽ കം. പക്ഷേ മൊത്തത്തിൽ എല്ലാവരും സപ്പോർട്ടീവ് ആണ്, ആരും വേണ്ട എന്ന് പറയുന്നില്ല. പിന്നെ ചേട്ടൻ ബാഴ്സലോണ അവാർഡ് കിട്ടിയ കാര്യം പറഞ്ഞില്ലേ, ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? അത് ഇതുപോലെ ആദ്യം നോ പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഭയങ്കര രസമാണ്. അത് രജിത്ത് മോഹൻ എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളിയാണ് ഡയറക്ട് ചെയ്തത്. അത് ഒരു കംപ്ലീറ്റ്ലി ഇന്റർനാഷണൽ സിംഗപ്പൂർ ബേസ്ഡ് ഫിലിമാണ്. ആൻഡ് ദെൻ ആദ്യം അതൊരു വേറെ ആക്ടർ ചെയ്യാനിരുന്ന റോളായിരുന്നു. അപ്പോൾ എനിക്കിതിന്റെ സ്റ്റോറി, കാരണം രജിത്ത് എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ഉണ്ടായിരുന്നു, സ്റ്റോറി എന്താണെന്നുള്ളതും. ആൻഡ് ദെൻ ലാസ്റ്റ് മിനിറ്റിൽ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് രജിത്ത് എന്നോടൊന്ന് പറയുന്നത് ഈ റോൾ ചെയ്യാൻ പോകുന്നത് നീയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മനസ്സിലറിയാം അത് വേറൊരാളാണ് ചെയ്യുന്നത്, എന്താണ് അത് ഷൂട്ട് തുടങ്ങാൻ പോവാന്നൊക്കെ എനിക്കറിയാം, എല്ലാം അറിയാന്ന്. ഞാൻ പെട്ടെന്ന് ഷോക്കായി. ഞാനത് പറഞ്ഞു അതെങ്ങനെ വർക്കാകുന്നത്, കാരണം അതിനു വേണ്ടി ഒരു കുറെ സ്പെസിഫിക് റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു. അതായത് ആ ക്യാരക്ടറിന് ഒരു ഡെവലപ്മെന്റ് ഉണ്ട്.
അപ്പൊ ആ ഒരു സമയം ഒരു 1 week ഇസ് നോട്ട് ഇനഫ് ഫോർ മീ ടു ആ ക്യാരക്ടറിലേക്ക് വരാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞ ഇതൊരു 1 week കൊണ്ട് സാധനം വർക്ക് ആവുന്നു, കാരണം എനിക്ക് കുറച്ച് വെയിറ്റ് ലൂസ് ചെയ്യണമായിരുന്നു, ഒരു സ്പെസിഫിക് ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു, അതിന് വേണ്ടി മാത്രമായിട്ട്. അപ്പം പിന്നെ അതൊരു 2 week കൂടെ പുഷ് ചെയ്തു ഈ എനിക്കൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി. അപ്പോൾ റേത്ത് പറഞ്ഞു ഇത് ചെയ്യുവാണെങ്കിൽ നീയേ ചെയ്യുന്നുള്ളൂ, ബിക്കോസ് എനിക്ക് വേറെ ആരും എൻ്റെ മനസ്സിൽ ഇപ്പം ആ ഒരു റോള് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് ചെയ്ത ഒരു റോളാണ്. ആൻഡ് ദെൻ അത് ചെയ്തപ്പോൾ പോലും ഈ സെയിം സാധനമാണ്, ചെയ്യാൻ വേണ്ടി ഒരു സാധനം ചെയ്തു, എൻ്റെ 200% ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തപ്പെടുമെന്നോ അല്ലെങ്കിൽ അത്രയും ഒരു അപ്രീസിയേഷനോ റെക്കഗ്നേഷനോ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ സിനിമ ബേസിക്കലി സംസാരിക്കുന്ന വിഷയം ഈസ് വെരി കീ. സിംഗപ്പൂർ ഒരു മെസ്സേജ് ആണ്, സിംഗപ്പൂരിലെ ഒരു സോഷ്യൽ ഡ്രാമയാണ്. ആൻഡ് ദെൻ സിംഗപ്പൂരിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതൊരു ഫെസ്റ്റിവൽ ഫിലിം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അത് പോവുകയും ഒരുപാട് അവാർഡ്സും റെക്കഗ്നീഷനും അത് കിട്ടുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ പല ഫെസ്റ്റിവലിൽ പോകുമ്പോഴും മോസ്റ്റ്ലി നമുക്ക് കിട്ടുന്ന ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഡയറക്ഷൻ, ബെസ്റ്റ് സ്റ്റോറി അങ്ങനെയാണ്. ആക്ടിങ്ങിന് 2 മാത്രമേ അത് നോമിനേറ്റ് ആയിട്ടുള്ളായിരുന്നു. ഇപ്പം ബാഴ്സലോണ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് ഇൻഡിപെൻഡന്റ് ഫിലിംസിനുള്ള പ്രസ്റ്റീജിയസ് ഫിലിം ഫെസ്റ്റിവലാണ്. അപ്പോൾ അതിന്റെ നോമിനേഷൻ വന്നപ്പോൾ 2 നോമിനേഷൻ നമുക്ക് ഉണ്ടായിരുന്നു, ഒന്ന് ബെസ്റ്റ് ഫിലിമിനും പിന്നെ ബെസ്റ്റ് ആക്ടറിനും. അപ്പോൾ ഇത് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ബെസ്റ്റ് ആക്ടർ നോമിനേഷൻ കിട്ടിയല്ലോ. അപ്പം അതിന് പോണോ വേണ്ടോ എന്നുള്ള കാര്യം മാത്രമേ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം രജിത്തിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, കാരണം സിൻസ് ഡയറക്ടർ. അപ്പോൾ രജിത്ത് ഫോഴ്സ് ചെയ്ത് തന്നെ നമുക്ക് സ്പെയിനിൽ പോകാം. സ്പെയിനിലായിരുന്നു തന്നെ, ബാഴ്സലോണ ഇതിന്റെ പരിപാടി നടക്കുന്നത്. ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാം. ഇൻ കേസ് അവാർഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ആവുമല്ലോ, നമ്മൾ സ്പെയിനിൽ കാണാം. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ വൈ നോട്ട്, നമുക്ക് പോകാം. നമ്മളങ്ങനെ സ്പെയിനിൽ പോയി. ബാഴ്സലോണയിൽ ഒരു 15 ദിവസത്തെ ട്രിപ്പാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അതിൻ്റെ അകത്ത് ഒരു 4 ദിവസം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യണം, മറ്റേ അവാർഡ് നൈറ്റ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അവാർഡ് നൈറ്റ് അല്ല മെയിൻ സാറ്, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു സാധനമില്ല, കാരണം നമുക്ക് അവാർഡ് കിട്ടാൻ ഒരു സാധ്യതയില്ലല്ലോ. അവിടെ ചെല്ലുന്നു, ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യുന്നു. ഫെസ്റ്റിവലൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നു. നമ്മൾ കുറേ ഇന്റർനാഷണൽ ലെവലുള്ള ഫിലിംസിനെ കുറിച്ച് സംസാരിക്കുന്നു, ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. ഇറ്റ് വാസ് ഗുഡ് ജേർണി. നമ്മളെ സാധാരണ സിനിമ അവാർഡ്സിൽ കാണുന്ന പോലെ നോമിനീസ് ആർ എന്ന് പറഞ്ഞ അവിടേക്ക്. അപ്പൊ എന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട്, ഞാനിങ്ങനെ വളരെ കൂളായിട്ട് ഫോണിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. പോരട്ടെ, ഈ സാധനം നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണല്ലോ, കാരണം പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ വളരെ കൂളായിട്ട് ഫോണൊക്കെ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, കാരണം ആ സ്ക്രീനിൽ എന്റെ ഫോട്ടോ വരുന്നുണ്ട്, നോമിനീസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ ഞാൻ ആ മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്തോണ്ടിരിക്കുകയാണ്. ആൻഡ് അവാർഡ് ഗോസ് ടു ജിബു ദ വീൽ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഫോൺ ഇങ്ങനെ എറിഞ്ഞിട്ട് പിടിച്ചു, എന്നിട്ട് ഓടിപ്പോ സ്റ്റേജിൽ കയറി. ഞാൻ ആകെ കൂടി ആലോചിച്ചത് കിട്ടുവാണെങ്കിൽ പറയാൻ വേണ്ടി താങ്ക് യു മൈ കാസ്റ്റ് ആൻഡ് ക്രൂ, താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്, ഇത്രയും പറയാൻ വേണ്ടിയാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. 3 വരി. അവിടെ ചെന്നിട്ട് ഞാൻ അതിന് വീഡിയോ ഭയങ്കര കോമഡി. അതിന് ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഞാൻ എന്താ പറയേണ്ടത്, എന്റെ കയ്യിലിരിക്കുന്ന അവാർഡാണ്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമല്ലോ. അപ്പൊ പിന്നെ അവിടെ വന്ന് എന്തെങ്കിലും മറ്റേ ഓരോ കടുകുമണികളും അരിമണികളും പറക്കിയെടുക്കുന്ന പോലെ എന്തൊക്കെയോ പറഞ്ഞ്. But it was good. Like അങ്ങനെ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞ ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അവിടുന്ന് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളതും അങ്ങനെ ഒരു അവാർഡ് കിട്ടുക എന്നുള്ളതും. ആൻഡ് ദെൻ അതിന്റെ ജേർണി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് അതിന് ശേഷമാണ്. അതായത് അവാർഡ് കിട്ടിയതിന് ശേഷം അതിനെ നമ്മുടെ നാട്ടിലുള്ള മീഡിയാസ് റെക്കഗ്നൈസ് ചെയ്യണം. അപ്പൊ നാട്ടിൽ പോയപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലെ പല സ്റ്റോറീസ് വന്നു, പല മെയിൻ മീഡിയാസിൽ വന്നു. പിന്നെ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ വന്നു. പിന്നെ നമ്മൾ സിംഗപ്പൂരിൽ അതിനെ സ്ക്രീനിങ് വെച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നത് കാണുകയും ചെയ്തു. അപ്പോൾ ഒരു സൂപ്പർ സക്സസ്ഫുൾ ജേർണി ആണ് അത്. അപ്പം ബാഴ്സലോണ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് ബെസ്റ്റ് ആക്ടറിൽ കിട്ടുന്ന ആദ്യത്തെ സിംഗപ്പൂർ മലയാളിയും ഞാൻ തന്നെയാണ്. അത് പറഞ്ഞപ്പോഴാ ആക്ച്വലി ന്യൂസ് പേപ്പറിലൊക്കെ ലൈക്ക് ഹെഡിങ്സ് തന്നെ ചേട്ടൻ വായിച്ചതല്ലേ, സിംഗപ്പൂരിലെ മലയാളി ആക്ടർ എന്നാണ്. ഇപ്പൊ കോൾപ്ലേയുടെ ന്യൂസ് എഴുതിയപ്പോഴായാലും ആക്ടർ, മലയാളി ആക്ടർ, സിംഗപ്പൂരിൽ നിന്ന് വന്നൊരു ആക്ടർ എന്നാണ് ഹെഡിങ്സിൽ തന്നെ ഉണ്ടായിരുന്നത്. അപ്പം അത് വായിക്കുമ്പോ ചേട്ടൻ എങ്ങനെയായിരുന്നു? ചേട്ടൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിന് അങ്ങനെ ന്യൂസ് ഇടുന്നു. ഇത് ശരിക്കും പറഞ്ഞാണല്ലോ ഭയങ്കര പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഇതെല്ലാം അൺഎക്സ്പെക്ടഡ് ആണ്, എല്ലാം അൺപ്ലാൻഡ് ആയിട്ട് വന്ന കാര്യമാണ്. ഇപ്പം എന്റെ ഗ്രഹണം സംഭവിച്ചത്, ആദ്യത്തെ സിനിമ സംഭവിക്കുന്നതും നമ്മൾ സിനിമ ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ അല്ല. അത് വീലില് ചെയ്ത് കഴിഞ്ഞ് ബാഴ്സലോണ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയപ്പോഴും അത് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷയല്ലായിരുന്നു. ഈ കോൾപ്ലേ വന്നതും കോൾപ്ലേ ആണെന്ന് അറിയാതെ പോയിച്ചത്. അപ്പൊ ഈ 3 കാര്യം ആദ്യത്തെ മലയാളി ആണ് ഈ 3-ലും വന്നതെന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു യൂണിവേഴ്സൽ സംഭവമായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ മേളിൽ നിന്നുള്ള ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം
ഞാനായിട്ട് അതിനുവേണ്ടി ഞാനൊരു എഫേർട്ട് ഇടുന്നുണ്ട്, ഈ എല്ലാ കാര്യം ചെയ്യാൻ വേണ്ടി എൻ്റെ 200% കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ റിസൾട്ടായിട്ട് വരുന്ന ഇതാണ് നമ്മൾ ഈ മറ്റേ പറയുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഏതെങ്കിലും കാലത്ത് വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇടാനുള്ള എഫേർട്ട് ഞാൻ ഇടുന്നുണ്ട്, എൻ്റെ എല്ലാ പോസിറ്റീവ് സൈഡും ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ റിസൾട്ടാണ്. ആദ്യമായിട്ടൊരു മലയാള സിനിമയിൽ സിംഗപ്പൂർ മലയാളികളുടെ ഇടയിൽ നിന്ന് പോകുക എന്നുള്ളതും, ബാഴ്സലോണയിൽ പോയിട്ട് ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് മേടിക്കുക എന്നുള്ളതും, കോൾപ്ലേ വരിക എന്നുള്ളതും, അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്, ഭയങ്കര സുഖമാണ്. ഒരു ലെഗസി പോലെ സാധനമൊക്കെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഒരു കാലത്ത് പോയാൽ പോലും ഇതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കും, അല്ലെങ്കിൽ നമ്മളിത് ഓർത്തിരിക്കും, നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് പോകണമെന്നുള്ളൊരു സാധനമുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൗഡ് മൊമെന്റ്, ഒരു ഹാപ്പിനെസ് എപ്പോഴും എനിക്കുണ്ട്. കണ്ടിന്യൂ ദിസ് ജേർണി, ഓൾ ദി ബെസ്റ്റ്. ഇനിയും വളരട്ടെ, ഇനിയും വഴിവെട്ടിക്കോ. ഇനി വഴിവെട്ടി വേറെ ബോളിവുഡ് ഇല്ല, അത്രയൊന്നും ആയില്ലെങ്കിലും ആസ് ആൻ ആക്ടർ നമുക്ക് ആവും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവും. ദാറ്റ്സ് വാട്ട് വി ആർ വർക്കിംഗ് ഫോർ, അല്ലേ? കറക്റ്റ്. അത് നല്ലൊരു പോസിറ്റീവ് നോട്ടാണ്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന വർക്കിന് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് വരും. അതുകൊണ്ട് നാളെ മലയാള സിനിമയിലെ വലിയ വലിയ ആക്ടേഴ്സിനോടും ഡയറക്ടേഴ്സിനും കൂടെയും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റട്ടെ, അതിനുള്ള സാഹചര്യം റെക്കഗ്നിഷൻ കിട്ടട്ടെ. അപ്പൊ ഇത് കാണുന്ന സിനിമാക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട. നമ്പർ താഴെ കൊടുക്കാം. മലയാള സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സിംഗപ്പൂരിലെ ഒരു മലയാളിയാണ് ഞാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കോൾപ്ലേയുടെ കുറെ മൂമെന്റ്സ് ഷെയർ ചെയ്തു, ജിബു ജോർജ് എന്ന ആക്ടറിനെ പറ്റി ഷെയർ ചെയ്തു, കുറെ ഫൺ മൂമെന്റ്സ്, ഫണി മൂമെന്റ്സ്, ഹാപ്പി മൂമെന്റ്സ്, ഇതെല്ലാം ഷെയർ ചെയ്തു. അപ്പൊ ചേട്ടാ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ജേർണി. ഇനിയും ഇത് തുടരട്ടെ, വലിയൊരു സിനിമ നടനാവട്ടെ. ആൻഡ് ഇത്രയും ബിസി സ്കെഡ്യൂളിന്റെ ഇടയ്ക്ക് ചേട്ടൻ നമുക്ക് കുറച്ച് സമയമെങ്കിലും തന്നില്ലേ ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഗിരിജ ഫോർ യുവർ ടൈം. ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് സംസാരിച്ചപ്പോൾ ഒരുപാട് മെമ്മറീസിലേക്ക് ഞാൻ വാക്കിംഗ് ബാക്ക്, ഫ്ലാഷ് ബാക്സ് വന്നു. വാക്കിംഗ് ബാക്ക് ദ മെമ്മറി ലൈൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ തന്നെ ഫ്ലാഷായി. ഐ എം ഗോയിങ് ടു ചെറിഷ് ദിസ് ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ആൻഡ് റിയലി ഗുഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.